ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എന്താ പറയുക, ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എനിക്ക് എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ്. ഈ സിനിമ നമ്മൾ അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യ സിനിമ മുതൽ ഞങ്ങളുടെ എല്ലാം കൂടെയുള്ള വിനോദേട്ടനും ബ്രിജിദേട്ടനും വിനീതും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ സിനിമ ചെയ്തത്. ഇതിലേറ്റവും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, വിനീത് എപ്പോൾ കഥ എഴുതുമ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വരും കഥ എഴുത്തിലും എന്നെ ഓർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പല ചാത്തൻ സേവകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രിജിദേട്ടൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഇവിടെ ഇങ്ങനെ അധികം സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാം വളരെ പ്രിയങ്കരനാണ് ബ്രിജിദേട്ടൻ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുപോലെ തന്നെ വിനോദേട്ടൻ മലർവാടി മുതൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഹീറോ ബിജു വരെ എൻ്റെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വടക്കൻ സെൽഫി ഇറങ്ങി വൻ വിജയമായി ഒരുപാട് സാമ്പത്തിക നേട്ടമെല്ലാം ഉണ്ടായിട്ട് പോലും ഞാനും ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു സീനൊക്കെ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് വിനോദം നിൽപ്പുണ്ടാവും. എന്നിട്ട് സീൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് പോകുന്നില്ലേ, പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ, എല്ലാ കാര്യവും അന്വേഷിച്ചിട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരു 10-12 പ്രാവശ്യം ഞങ്ങളുടെ സെറ്റിൽ വിനോദം വന്നു പോയി. ഇതൊന്നും മറ്റാരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, മറ്റാരും ചെയ്യില്ല. അത് വിനോദനെ പോലെ ഒരാൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ സിനിമ കൂട്ടുകാരിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇവരെ പോലുള്ളവരൊക്കെയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, വളരെ റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് രസകരമായ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. വടക്കൻ സെൽഫി 100 ദിവസം, ഇന്ന് കൃത്യം 100ാം ദിവസമാണ്. എല്ലാ സിനിമകൾക്കും ഇതേപോലത്തെ ഒരു സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത പ്രേമം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. ഡിവിഷൻ 50 ദിവസം വരെ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും വരും സിനിമകളിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.